ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. എന്താണത്? കോംപ്ലക്സ് നമ്പേഴ്സ്. അറിയോ നിങ്ങൾക്ക് കോംപ്ലക്സ് നമ്പേഴ്സ്? ഇല്ല. പക്ഷെ നമ്മൾ കോംപ്ലക്സ് നമ്പർ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ നമ്മൾ റിയൽ നമ്പേഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ളതെല്ലാം റിയൽ നമ്പേഴ്സിനെ കുറിച്ചാണ്, റിയൽ അനാലിസിസ് ആണ്. അപ്പൊ റിയൽ നമ്പേഴ്സിൽ നമ്മൾ ഏത് ടൈപ്പ് നമ്പേഴ്സ് എല്ലാമാണ് പെടുന്നത്? അതിൽ റേഷണൽ നമ്പേഴ്സ് ഉണ്ട്, ഇറേഷണൽ നമ്പേഴ്സ് ഉണ്ട്, ഇന്റിജേഴ്സ് ഉണ്ട്. ഈ മൂന്ന് ടൈപ്പ് നമ്പേഴ്സും അല്ലാത്ത വേറെ ഒരു കൂട്ട നമ്പർ, സെറ്റ് ഓഫ് നമ്പേഴ്സ്, അതാണ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഈ കോംപ്ലക്സ് നമ്പേഴ്സ് ആക്ച്വലി അല്പം കോംപ്ലക്സ് ആണ്, കോംപ്ലിക്കേറ്റഡ് ആണ്. ഈ റിയൽ നമ്പറിൽ ഒരു ഇമേജിനറി പാർട്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിയൽ നമ്പർ അല്പം കോംപ്ലിക്കേറ്റഡ് ആവും. അതാണ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഇനി നമ്മൾ ഈ കോംപ്ലക്സ് നമ്പേഴ്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനിരിക്കുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സബ്ജക്റ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഈ കോംപ്ലക്സ് നമ്പർ എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. റിയൽ നമ്പർ നമ്മൾ അറിയാം എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മൾ എങ്ങനെയാ റിയൽ നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത്? നമ്മൾ റിയൽ നമ്പർ ഒരു ലൈനിൽ റെപ്രസെന്റ് ചെയ്യും. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാല് സെന്ററിൽ 0, 1, 2, 3, -1, -2, -3, -4. ഇതിന്റെ ഇടയിൽ നമ്പറുകളുണ്ട്, ഹാഫ് ഇവിടെയുണ്ട്. അപ്പൊ ഇതെല്ലാം റിയൽ നമ്പേഴ്സ് ആണ്, ബിലോങ്സ് ടു ആർ റിയൽ നമ്പർ. അപ്പൊ നമ്മൾ റിയൽ നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെ ലൈനാണ്, നമ്പർ ലൈനാണ്. പക്ഷേ നമ്മൾ കോംപ്ലക്സ് നമ്പർ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഈ ലൈൻ പോരാ, അതിന് പ്ലെയിൻ ആണ്, XY പ്ലെയിൻ. ഈ XY പ്ലെയിൻ അല്ല, അതിന്റെ പേര് ആർഗൻ പ്ലെയിൻ ആണ്. ഓക്കെ, അത് ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പക്ഷെ എന്താണ് കോംപ്ലക്സ് നമ്പർ എന്ന് ആദ്യം മനസ്സിലാക്കണം. കോംപ്ലക്സ് നമ്പർ ഇൻ ദി ഫോം Z equal to A plus IB, where A and B are real numbers. എയും പിയും റിയൽ നമ്പർ ആണ്, പക്ഷെ അതിലൊരു I ഉണ്ട്. അതിനെയാണ് കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇമേജിനറി പാർട്ട് റിയൽ നമ്പറിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോംപ്ലക്സ് നമ്പർ ആയി. ഇങ്ങനെയും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ കോംപ്ലക്സ് നമ്പർ ഇതിനു മുന്നേ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട് ചെറിയ ക്ലാസ്സുകളിൽ. അത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് കോംപ്ലക്സ് നമ്പർ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. അത് നമുക്ക് ട്രൈ ചെയ്യാം. നമ്മൾ ഒരു ഇക്വേഷൻ, ചെറിയൊരു ഇക്വേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. x² + 1 = 0. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞ ഫോം x² + bx + c = 0. ഓക്കെ, ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം. ഇവിടെ ഫസ്റ്റ് ടേം x² ആണ്, സെക്കൻഡ് ടേം ഇല്ല, തേർഡ് ടേം 1 ആണ്. ഇവിടെ നമ്മൾ ഈ സോൾവ് ചെയ്യാനായിട്ട് നമുക്കറിയാം എന്താണ് അതിന്റെ മെത്തേഡ്. ഇത് പല മെത്തേഡിൽ നമുക്ക് സോൾവ് ചെയ്യാം. സിമ്പിൾ ആയിട്ട് ആണെങ്കിൽ x² = -1, then x = എന്താണ്, √-1. ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ. പ്ലസ് ഓർ മൈനസ് എപ്പോഴും x², അപ്പൊ രണ്ട് വാല്യൂന്റെ പ്ലസ് ഓർ മൈനസ് √-1. പക്ഷെ ഇത് ഒരു റിയൽ നമ്പർ അല്ല, അതുകൊണ്ട് നമ്മൾ പറയും ഇതിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയും. ആക്ച്വലി ഇതാണ് കോംപ്ലക്സ് നമ്പർ, √-1. √-1 അതാണ് കോംപ്ലക്സ് നമ്പർ. ഇതിനെ നമ്മൾ I എന്ന് റെപ്രസെന്റ് ചെയ്യും. ഇതാണ് ഇമാജിനറി പാർട്ട് ഓഫ് കോംപ്ലക്സ് നമ്പർ. ഈ I റെപ്രസെന്റ് ചെയ്ത് തുടങ്ങിയത് 17ാം നൂറ്റാണ്ടിലെ യൂളർ എന്ന മാത്തമാറ്റീഷ്യൻ ആണ്. അതിനുശേഷം ഈ √-1 I എന്ന് റെപ്രസെന്റ് ചെയ്യാൻ തുടങ്ങി. ഇതും കൂടി കൺസിഡർ ചെയ്യാം. I² = -1 = I². ഇത് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ -1 = I². ഇതാണ് കോംപ്ലക്സ് നമ്പറിന്റെ ഐഡന്റിറ്റി I. അപ്പോ the number in the form Z equal to A plus IB, where I equal to √-1, where A and B are real numbers. ഇതാണ് കോംപ്ലക്സ് നമ്പർ. ഈ കോംപ്ലക്സ് നമ്പർ എങ്ങനെ കിട്ടിയെന്ന് നമുക്ക് മനസ്സിലായില്ലേ? സൊല്യൂഷൻ കണ്ടില്ലേ? ഈ x² + 1ന്റെ സൊല്യൂഷൻ ആണ് x = ±√-1. ഈ √-1നെയാണ് കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ വേറൊരു
-27 റൂട്ട് -27 ഇത് ഈക്വൽ ടു റൂട്ടിനുള്ളിൽ -1 into 27. Okay, that is equal to root -1 into root 27. That is equal to I into root 27. ഇതും ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. അപ്പൊ നമുക്ക് എത്ര കോംപ്ലക്സ് നമ്പർ വരെ കാണിക്കാം. ഇത് നമ്മൾ ഈ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, കോംപ്ലക്സ് നമ്പർ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ അതിന് പ്ലെയിൻ വേണം. ആ പ്ലെയിനാണ് ആർഗൺ പ്ലെയിൻ എന്ന് പറയുന്നത്. അതെന്താണ് നമുക്ക് നോക്കാം. അത് ഞാൻ ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം. ഇവിടെ എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ഓക്കെ, നമുക്ക് പരിചയമുള്ളതാണ്. പക്ഷെ ഇതില് നമ്മൾ കോംപ്ലക്സ് നമ്പർ, കോംപ്ലക്സ് പ്ലെയിൻ, ആർഗൺ പ്ലെയിൻ എന്ന് പറയും. ആർഗൺ പ്ലെയിൻ. ഈ ആർഗൺ പ്ലെയിനില് ഈ വൈ ആക്സിസിന് നമ്മൾ ഇമേജിനറി ആക്സിസ്, ഇത് റിയൽ ആക്സിസ് എന്ന് പറയും. റിയൽ. ഓക്കെ, ലെറ്റ് എ പോയിന്റ് പി എക്സ് വൈ ഓൺ ദിസ് പ്ലെയിൻ. ഓക്കെ, അപ്പോ z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ. ഇതാണ് ഒരു കോംപ്ലക്സ് നമ്പർ. ഈ കോംപ്ലക്സ് നമ്പർ പി അല്ലെങ്കിൽ ഇസെറ്റിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും നോക്കൂ. ഇതാണ് കോംപ്ലക്സ് നമ്പർ. ഇവിടെ നമുക്ക് ഇവിടെ 1 2 3 4 1 2 3. ഓക്കെ, ഇപ്പൊ ഇതെന്താ പോയിന്റ്? ആക്ച്വലി ഇത് 3 ആണെന്ന് കരുതുക. അപ്പൊ എക്സ് ആക്സിസ് 4, y ആക്സിസ് 3. ഇതാണ് കോർഡിനേറ്റ്. അപ്പൊ ഇത് ഈ കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ എങ്ങനെ എഴുതും? z ഈക്വൽ ടു 4 പ്ലസ് I3. ദിസ് ഈസ് ദി കോംപ്ലക്സ് നമ്പർ ഹിയർ. ഓക്കെ, അങ്ങനെ നമ്മൾ ഏത് കോംപ്ലക്സ് നമ്പറിനെയും നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ I into √7, √27. √27 ആക്ച്വലി ഏതിന്റെ റൂട്ട് 25 എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പൊ √27 5നേക്കാൾ വലുത്. അപ്പൊ I into √27. ഇവിടെ I into √27 എന്ന് പറഞ്ഞാൽ ഇത് ഇമേജിനറി പാർട്ട് മാത്രമാണ്. ഇത് ആക്ച്വലി എങ്ങനെ എഴുതാം നമുക്ക്? 0 പ്ലസ് I √27. മനസ്സിലായോ? ഇവിടെ Z ഈക്വൽ A പ്ലസ് IB. ഇവിടെ റിയൽ പാർട്ട് 0 ആണെങ്കിൽ IB എന്ന് മാത്രം വരും. അപ്പൊ ഈ കോംപ്ലക്സ് നമ്പർ റിയൽ പാർട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ആക്ച്വലി ഇത് ഒരു കോംപ്ലക്സ് നമ്പർ ആണ്, പ്യുവർലി കോംപ്ലക്സ് നമ്പർ ആണ്. ഇനി Z ഈക്വൽ ടു A പ്ലസ് I0 ആണെന്ന് എഴുതാം. അപ്പൊ ഇതിന് ഇമേജിനറി പാർട്ട് 0 ആണ്, ഇമേജിനറി പാർട്ട് ഇല്ല. അപ്പൊ ഇത് പ്യുവർലി ഒരു റിയൽ നമ്പർ ആണ്. അതിനർത്ഥം എല്ലാ റിയൽ നമ്പേഴ്സും കോംപ്ലക്സ് നമ്പർ തന്നെയാണ്, ആണല്ലോ. പക്ഷെ എല്ലാ കോംപ്ലക്സ് നമ്പറും റിയൽ അല്ല. അതിന് എല്ലാ കോംപ്ലക്സ് നമ്പറിലും റിയൽ പാർട്ടും ഇമേജിനറി പാർട്ടും ഉണ്ട്. പക്ഷേ റിയൽ നമ്പർ ആവുമ്പോൾ അതിന് ഇമേജിനറി പാർട്ട് 0 ആണെന്നേ ഉള്ളൂ. പക്ഷെ എല്ലാ കോംപ്ലക്സ് നമ്പറും റിയൽ നമ്പറാണ്. ദാറ്റ് മീൻസ് റിയൽ നമ്പർ R ഈസ് എ സബ്സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പർ. കോംപ്ലക്സ് നമ്പറിന്റെ സബ്സെറ്റ് ആണ് റിയൽ നമ്പർ. പക്ഷെ എല്ലാ റിയൽ നമ്പറും കോംപ്ലക്സ് നമ്പർ ആണ്. പക്ഷെ എല്ലാ കോംപ്ലക്സ് നമ്പറും റിയൽ അല്ല. അതിൽ കോംപ്ലക്സ് പാർട്ട് ഉണ്ടായിരിക്കുമല്ലോ. ഓക്കെ, അത്രയും മനസ്സിലായി. ക്ലിയർ? അപ്പോ ഇങ്ങനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പൊ കോംപ്ലക്സ് നമ്പർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ആർഗൺ പ്ലെയിനിലാണ് കോംപ്ലക്സ് നമ്പർ റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. അത് നമുക്ക് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. X axis, origin, Y axis, that is imaginary axis, imaginary real. അങ്ങനെ എഴുതണം ആർഗൺ പ്ലെയിൻ.
ഇവിടെ പി പറഞ്ഞല്ലോ പി എക്സ് വൈ ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇസഡ് എന്ന കോംപ്ലക്സ് നമ്പർ ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ. ഓക്കെ, ഇവിടെ പി എന്ന പോയിന്റ് ഇവിടെ നോക്കൂ, ഇത് പെർപെൻഡിക്കുലർ ആണ്. ഈ ആക്ച്വലി ഈ ഡിസ്റ്റൻസ് എന്താ എക്സ് എക്സ്, ഈ ഡിസ്റ്റൻസ് വൈ. നമ്മൾ ഇതിലെ പൈത്തഗോറസ് തിയറം ഉപയോഗിച്ച് പൈത്തഗോറസ് തിയറം ഇത് നമുക്കറിയാവുന്ന പല തിയറംസ് ഇവിടെ അപ്ലൈ ചെയ്യും. ഈ പൈത്തഗോറസ് തിയറം ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്താണ് ഒ പി സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, അല്ലെങ്കിൽ ഒ പി ഈക്വൽ ടു OP square equal to x square plus y square. Okay, then OP equal to root of x square plus y square. That is root of x square plus y square. ഇതിനെയാണ് ഈ കോംപ്ലക്സ് നമ്പറിന്റെ മോഡ് എന്ന് പറയുന്നത്, മോഡുലസ് ഓഫ് കോംപ്ലക്സ് നമ്പർ. അതാണ് നമ്മൾ ഇപ്പൊ മനസ്സിലാക്കുന്നത്. ഈ മോഡുലസ് ഓഫ് കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ദാറ്റ് ഈസ് മോഡ് ഇസഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. Then modulus of complex number is mod z equal to root of x square plus y square, or mod z square equal to x square plus y square. Okay. ഇനി നമുക്ക് വേറൊരു കൺസെപ്റ്റ്, ഇതെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. നമ്മൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഈ കുറച്ച് പോയിന്റ്സ് കോംപ്ലക്സ് നമ്പറിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത അതിന്റെ അപ്ലിക്കേഷൻസ് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ എളുപ്പമാണ്. അതാ പറയുന്നത്. ഫസ്റ്റ്, ഇനി അടുത്ത പോയിന്റ് കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. എന്താണ് കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ? കോൺജുഗേറ്റ് of a complex number. Consider a complex number z equal to x plus iy. Then z bar represented by z bar equal to x minus iy is said to be a conjugate of complex number z bar. Okay, ഇത്രയേ ഉള്ളൂ. അപ്പോ ഇമേജിനറി പാർട്ട് മൈനസ് ആണ്. ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ ഇസഡ് ബാർ ഈക്വൽ എക്സ് മൈനസ് ഐ വൈ. ഇതിനെയാണ് ഇതിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ കോൺജുഗേറ്റ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ആക്ച്വലി ഇതിന്റെ റിഫ്ലക്ഷൻ ആണ് ഈ കോൺജുഗേറ്റ്. മനസ്സിലായോ? പി എക്സ് മൈനസ് വൈ, ഇതാണ് കോൺജുഗേറ്റ്. Reflection of pxy is said to be a conjugate, or reflection of p of xy is pxy. ഇത് കോംപ്ലക്സ് നമ്പർ z(x plus iy) ആണെങ്കിൽ ഇത് കോംപ്ലക്സ് നമ്പർ z1 equal to x minus iy. ഇതിന്റെ കോൺജുഗേറ്റ് എന്ന് പറയും. z1 അല്ല, z ബാർ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ കോൺജുഗേറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പർ. അപ്പൊ നമ്മൾ എന്തെല്ലാം മനസ്സിലാക്കി? കോംപ്ലക്സ് നമ്പർ എന്താണെന്ന് മനസ്സിലാക്കി. കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പർ അല്ല, പക്ഷേ എല്ലാ റിയൽ നമ്പറും കോംപ്ലക്സ് നമ്പർ ആണ് തന്നെ. ഓക്കെ, അപ്പൊ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ z equal to x plus iy, where x and y are real numbers and I equal to root minus 1. അതിനെ ഇൻ ടേംസ് ഓഫ് മാത്തമാറ്റിക്സിൽ നമ്മൾ കോംപ്ലക്സ് നമ്പറിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യും? കോംപ്ലക്സ് നമ്പർ z ഈക്വൽ ടു ദി സെറ്റ്, ഓക്കെ, a plus ib such that a and b belongs to R and
I equal to root minus 1. This is Z. The complex number Z equal to Z, A plus I B such that A and B belongs to R and I equal to root minus 1. ഇങ്ങനെയുള്ള ഫോമിലുള്ള നമ്പേഴ്സിനാണ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ കോംപ്ലക്സ് നമ്പർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിന്റെ കോൺജുഗേറ്റ് ഇസെഡ് ബാർ ഈക്വൽ ടു എ മൈനസ് ഐ ബി ആണെന്ന് മനസ്സിലാക്കി. നമ്മൾ ഈ കോൺജുഗേറ്റ് ഈ കോംപ്ലക്സ് നമ്പർ എങ്ങനെ ആർഗൺ പെയറിനെ റെപ്രസെന്റ് ചെയ്യുന്നു മനസ്സിലാക്കി. അതിന്റെ കോൺജുഗേറ്റ് നേരെ റിഫ്ലക്ഷൻ ആണ് എന്ന് മനസ്സിലാക്കി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കോംപ്ലക്സ് നമ്പറിനെ കുറിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ഇവിടെ നോക്കാം. പ്രോബ്ലം ഇതാണ്. Write down the real part and imaginary part of the given complex numbers, or distinguish the real part and the imaginary part, and also find and also write down the conjugate of the given complex numbers. Okay, ഇവിടെ first complex number root 17 by 2 minus I into 2 by root 70. ഇതെങ്ങനെ ചെയ്യാം? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇത് നമ്മുടെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഡിസ്റ്റിങ്വിഷ് എഴുതണം. നമ്മൾ എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്? ഇഫ് ഇസെഡ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി ആണെങ്കിൽ അതിന്റെ റിയൽ ഇസെഡ് ഈക്വൽ ടു എയും ഇമാജിനറി ഇസെഡ് ബിയുമാണ്. അതുപോലെ നമ്മൾ തിരിച്ചെഴുതണം. അപ്പൊ റൂട്ട് 17 by 2 മൈനസ് ഐ ഇൻറ്റു 2 by root 70. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ റിയൽ ഇസെഡ് ഈക്വൽ ടു റൂട്ട് 17 by 2 ആൻഡ് ഇമാജിനറി ഇസെഡ് ഈക്വൽ ടു മൈനസ് ഇമാജിനറി പാർട്ട് എന്താ? മൈനസ് 2 by root 70. മൈനസ് 2 by root 70. ഇതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ക്ലിയർ ആയില്ലേ? അതായത് ഇമാജിനറി പാർട്ട് റിയൽ പാർട്ട് റൂട്ട് 17 by 2 ആൻഡ് ഇമാജിനറി പാർട്ട് 2 by root 70. അത് നമ്മളിവിടെ സെപ്പറേറ്റ് ചെയ്ത് എഴുതി. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനി അതില് ക്വസ്റ്റ്യന്റെ രണ്ടാമത്തെ പാർട്ട് എന്താ? റൈറ്റ് ഡൗൺ ദി കോൺജുഗേറ്റ്. അപ്പൊ അതിന്റെ കോൺജുഗേറ്റ് നമ്മൾ ഇസെഡ് ഇതാണെങ്കിൽ ഇസെഡ് ബാർ, അതാണ് കോൺജുഗേറ്റ്. കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ടിന്റെ സൈൻ മാറ്റി, അത്ര മാത്രമേ ഉള്ളൂ. റൂട്ട് 17 by 2 മൈനസിന് പകരം പ്ലസ് ഐ 2 by root 70. ഇതാണ് കോൺജുഗേറ്റ്. ക്ലിയർ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2 root 37 മൈനസ് റൂട്ട് ഓഫ് മൈനസ് 19. അത് നമുക്ക് എങ്ങനെ എഴുതാം? രണ്ടാമത്തെ ഇത് റൂട്ട് 37 റിയൽ പാർട്ട് റൂട്ട് 37 അത് നമുക്ക് മാറ്റി എഴുതാം. മൈനസ് റൂട്ട് minus 1 into root 19. That is root 37 minus root minus 1 I and root 19. So നമ്മൾ a plus b a plus ig എന്ന ഫോമിൽ വന്നു. Then real part of z, real z equal to root 37 and imaginary z equal to minus root 19. അപ്പൊ അതാണ് റിയൽ പാർട്ടും ഇമേജിനറി പാർട്ട്. ഇനി ഇതിന്റെ കോൺജുഗേറ്റ്, ദാറ്റ് ഈസ് ഇസെഡ് ബാർ ഈക്വൽ ടു എന്താ? കോൺജുഗേറ്റ്. ഇവിടെ നോക്കൂ, ഇതാണല്ലോ അതിന്റെ ഫോം. അപ്പൊ റൂട്ട് 37 കോൺജുഗേറ്റിനെ ഇമേജിനറി പാർട്ടിന്റെ സൈൻ മാത്രം മാറ്റി എഴുതാം. പ്ലസ് I into root 19. ഓക്കെ, ഇത് സിമ്പിൾ ആണ്. ഇത് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. മനസ്സിലായി? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് നമുക്കിത് ഡിസ്റ്റിങ്സ് എഴുതാം, ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇവിടെ അല്പം ഡിഫറൻറ്റ് ആണ്, അത്രേ ഉള്ളൂ. റൂട്ട് എക്സ് ഗ്രേറ്റർ ദാൻ 0. ഇവിടെ റൂട്ട് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ എക്സ് പോസിറ്റീവ് ആണെന്നർത്ഥം. ഇപ്പൊ റൂട്ടിന് ഉള്ളില് -1 വന്നാലാണ് അത് കോംപ്ലക്സ് നമ്പർ ആവുള്ളൂ. ഇവിടെ എക്സ് പോസിറ്റീവ് ആണ്. അപ്പൊ ഇത് കോംപ്ലക്സ് നമ്പർ ആക്ച്വലി അല്ല, റിയൽ നമ്പർ മാത്രമാണ്. പക്ഷെ എല്ലാ റിയൽ നമ്പർ കോംപ്ലക്സ് നമ്പർ ആയതുകൊണ്ട് ഇത് കോംപ്ലക്സ് നമ്പർ ആണ്. അപ്പൊ ഇതിനെ നമ്മൾ
റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടുമായിട്ട് മാറ്റി എഴുതാന്ന് പറഞ്ഞാൽ നിങ്ങൾ റിയൽ പാർട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ റിയൽ ഇസഡ് ഈക്വൽ ടു റൂട്ട് എക്സ്. ഇനി ഇമാജിനറി ഇസഡ് എഴുതാണെങ്കിൽ ഇസഡ് ഈക്വൽ ടു 0 ആണ്. ദാറ്റ് ഈസ് റൂട്ട് എക്സ് പ്ലസ് I0 ആണ് ഇതിന്റെ ഫോം. റൂട്ട് എക്സ് മൈനസ് പ്ലസ് I0. റൂട്ട് എക്സ് എന്നുള്ളത് റിയൽ പാർട്ടാണ്, കാരണം എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ അതുകൊണ്ട് റൂട്ട് എക്സ് റൂട്ടിനുള്ളിൽ മൈനസ് വരുന്നില്ല. അതുകൊണ്ട് ഈ റിയൽ പാർട്ട് മാത്രമേ ഉള്ളൂ, ഇമാജിനറി പാർട്ട് ഇല്ല. അപ്പൊ ഇമാജിനറി പാർട്ട് 0 ആണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ. ഇനി അതിന്റെ കോഞ്ചുഗേറ്റോ ഇസഡ് റൂട്ട് എക്സ് പ്ലസ് I0 ആയതുകൊണ്ട് ഇസഡ് ബാർ ഈക്വൽ ടു റൂട്ട് എക്സ് മൈനസ് I0. പക്ഷെ ആക്ച്വലി ഇത് നോക്കൂ, ഇത് കോംപ്ലക്സ് ഫോമിൽ എഴുതിയെന്നേ ഉള്ളൂ. പക്ഷെ ഇത് റിയൽ പാർട്ടാണ്, റിയൽ നമ്പർ ആണ്. അതുകൊണ്ട് ഇതിന്റെ കോഞ്ചുഗേറ്റ് റൂട്ട് എക്സ് തന്നെയാണ്. തന്ന ക്വസ്റ്റ്യൻ കോംപ്ലക്സ് നമ്പർ ആണെങ്കിലും ഇത് റിയൽ നമ്പർ ആണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഇതിന്റെ കോഞ്ചുഗേറ്റ് വ്യത്യാസമില്ല, റൂട്ട് എക്സ് തന്നെ. ഓക്കെ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 4 3 കഴിഞ്ഞു. ഇനി 4 മൈനസ് ബി പ്ലസ് റൂട്ട് ഓഫ് മൈനസ് 4ac. അപ്പൊ അവിടെ മൈനസ് ബി പ്ലസ് റൂട്ട് ഓഫ് മൈനസ് 4ac റൂട്ട് മൈനസ് 1 ഇൻറ്റു 4 ഇൻറ്റു ac അല്ലേ? അങ്ങനെ ആവുമ്പോ ദാറ്റ് ഈസ് മൈനസ് ബി പ്ലസ് റൂട്ട് മൈനസ് 1 I റൂട്ട് 4ac. റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു റൂട്ട് ac. ഇങ്ങനെ എഴുതുമ്പോ ഇതാണ് ഫോം. അപ്പൊ റിയൽ പാർട്ട് റിയൽ ഇസഡ് ഈക്വൽ ടു എന്താ? മൈനസ് ബി. ഇനി ഇമേജിനറി സെറ്റോ? ഇമേജിനറി സെറ്റ് 2 ഇൻറ്റു റൂട്ട് ac. 2 ഇൻറ്റു റൂട്ട് ac. ഇനി അടുത്ത ക്വസ്റ്റ്യന്റെ സെക്കൻഡ് പാർട്ട്, ഇതിന്റെ റൈറ്റ് ദി കോൺജുഗേറ്റ് ഓഫ് ദിസ് കോംപ്ലക്സ് നമ്പർ ഇസഡ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് I2 റൂട്ട് ac. അപ്പൊ അതിന്റെ കോൺജുഗേറ്റോ ഇസഡ് ബാർ ഈക്വൽ ടു മൈനസ് ബി. ഇവിടെ റിയൽ പാർട്ടിൽ ഒരു മാറ്റവും ഇല്ല, റിയൽ പാർട്ട് അങ്ങനെ തന്നെ. ഇമേജിനറി പാർട്ടിന് സൈൻ മാറ്റം I ഇൻറ്റു 2 റൂട്ട് ac. ക്ലിയർ? എത്രയേ ഉള്ളൂ. ഇനി ഇവിടെ 2 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, ചെറുത് 2 ക്വസ്റ്റ്യൻ. അത് വളരെ സിമ്പിൾ ആണല്ലോ, കണ്ടാൽ തന്നെ നമുക്ക് അറിയാം. എന്താ 5ാമത്തെ ക്വസ്റ്റ്യൻ? 4/5. നേരത്തെ റൂട്ട് എക്സ് പറഞ്ഞല്ലേ റിയൽ പാർട്ട് മാത്രമേ, അതുപോലെ തന്നെ ഇവിടെ റിയൽ പാർട്ടേ ഉള്ളൂ, ഇമേജിനറി പാർട്ട് 0 ആണ്. ആക്ച്വലി ഇത് 4/5 പ്ലസ് I0 എന്നാണ്. ഇപ്പൊ റിയൽ പാർട്ട് റിയൽ ഇസഡ് ഈക്വൽ ടു 4/5, imaginary z equal to 0, conjugate equal to z bar equal to 4/5 minus I0. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ റിയൽ പാർട്ട് ആയതുകൊണ്ട് ഇത് 4/5 മാത്രമാണ്. അതന്നെയാണ് തന്നെയാണ് ആൻസർ അതിന് കോഞ്ചുഗേറ്റ്. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ 6. ഇത് 3i. ഇവിടെ നോക്കൂ, I റിയൽ പാർട്ട് ഇല്ല, ഇത് പ്യുവർലി ഇമേജിനറി ആണ്, അത് പ്യുവർലി കോംപ്ലക്സ് നമ്പർ ആണ്. അപ്പൊ ഇസഡ് ഈക്വൽ ടു എന്താ? 0 പ്ലസ് 3i, അതായത് 0 പ്ലസ് I3. അങ്ങനെ എഴുതാലോ, നമ്മൾ ഇങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം, മനസ്സിലായോ? അപ്പൊ റിയൽ പാർട്ട് എന്താ? റിയൽ ഇസഡ് ഈക്വൽ ടു 0, ഇമേജിനറി ഇസഡ് ഈക്വൽ ടു 3, ആൻഡ് കോഞ്ചുഗേറ്റ് ഇസഡ് ബാർ ഈക്വൽ ടു, ഇതിന്റെ സൈൻ മാറ്റി എഴുതാം, 0 മൈനസ് I3. ക്ലിയർ? ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ സിമ്പിൾ ആണെന്ന് മനസ്സിലായില്ലേ? പിന്നെ നമുക്ക് അടുത്ത കാര്യങ്ങൾ നോക്കാം. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: പ്ലോട്ട് ദി കോംപ്ലക്സ് നമ്പേഴ്സ് ഇൻ ആർഗൻ പ്ലെയിൻ ഓർ കോംപ്ലക്സ് നമ്പർ പ്ലെയിൻ, അല്ലെങ്കിൽ റെപ്രസെന്റ് ദി കോംപ്ലക്സ് നമ്പേഴ്സ് ഇൻ ദി ആർഗൻ പ്ലെയിൻ. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൽ 4+, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 4+ I3. ഇതെങ്ങനെ നമ്മൾ ആർഗൻ പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്യും? നമുക്ക് ആർഗൻ പ്ലെയിൻ വരയ്ക്കാം. ഇവിടെ 0, ഇത് ഇമേജിനറി പാർട്ട്, ഇത് ഇമേജിനറി പാർട്ട് എഴുതിക്കോളും നിങ്ങൾ. ഇമേജിനറി ആക്സിസ്
റിയൽ ആക്സിസിന് എഴുതാം. എന്നിട്ട് 4, 3 ഇല്ലേ, അത് നമ്മൾ 1, 2, 3, 4 1, 2, 3, 4 4, 3. അപ്പൊ എക്സ് വാല്യൂ 4, വൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇമേജിനറി വാല്യൂ 3, ദെൻ എക്സിന്റെ വാല്യൂ 4. ഇവിടെ ഇമേജിനറി വാല്യൂ 3. അപ്പൊ ഇവിടെയാണ് ഈ പോയിന്റ്. ദെൻ z ഈക്വൽ ടു 4 പ്ലസ് i3 റെപ്രസെന്റ് ചെയ്തു നമ്മൾ, അല്ലെങ്കിൽ z 4, 3 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരച്ചിട്ട് z ഈ പ്ലോട്ട് ചെയ്യുക, ഈ പോയിന്റ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കൂടി വരച്ചാൽ നല്ലതാണ്. 4ന്റെ പോയിന്റ് 3ന്റെ പോയിന്റ്, എക്സ് ആക്സിസ് 4, വൈ ആക്സിസ് 3, മീൻസ് ഇമേജിനറി ആക്സിസ് 3. അപ്പൊ നമ്മൾ ഇതിങ്ങനെ പ്ലോട്ട് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ റൂട്ട് മൈനസ് 3. റൂട്ട് മൈനസ് 3 നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് മൈനസ് 3 എന്ന് പറഞ്ഞാൽ റൂട്ട് നമുക്കറിയാലോ, -1 ഇൻറ്റു റൂട്ട് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു i ഇൻറ്റു റൂട്ട് 3. i ഇൻറ്റു റൂട്ട് 3 ആണ് ആക്ച്വലി. അപ്പൊ റൂട്ട് 3 ഇതിൽ തന്നെ ഞാൻ റെപ്രസെന്റ് ചെയ്ത് കാണിച്ചു തരാം. ശരിക്കും ആക്ച്വലി നമ്മൾ വേറെ വരയ്ക്കണം, ഓരോ ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് ആയിട്ട് കാണണം. ഞാൻ ഇതിൽ കാണിച്ചു തരാം, അല്ലെങ്കിൽ വേറെ വരച്ചാൽ. ഇവിടെ റിയൽ ആക്സിസ് ഇമേജിനറി ആക്സിസിന് എഴുതണം നിങ്ങൾ. എന്നിട്ട് റൂട്ട് 3 1, 2, 3 1, 2, 3. ഇപ്പൊ റൂട്ട് 3 എവിടെ വരും? റൂട്ട് 3 എവിടെ വരും? റൂട്ട് 3 വാല്യൂ എന്ന് പറഞ്ഞാൽ റൂട്ട് 4നേക്കാളും ചെറിയ വാല്യൂ. റൂട്ട് 4 എത്രയാ? 2 ആണ്. അപ്പൊ റൂട്ട് 3 എന്ന് പറഞ്ഞാൽ റൂട്ട് 4നേക്കാളും ചെറുതാണ്, അതായത് 2നേക്കാളും ചെറുത്. ഇപ്പൊ 2നേക്കാളും ചെറിയ വാല്യൂ. ഇവിടെ റൂട്ട് 3 എവിടെയാ? ഇമേജിനറി പാർട്ടാണ്. ഇമേജിനറി പാർട്ട്, ഇവിടെ റിയൽ പാർട്ട് ഇല്ല. 0 പ്ലസ് i റൂട്ട് 3. എക്സ് ആക്സിസ് 0 ആണ്, എക്സ് ആക്സിസ് 0 ആണ്. ദെൻ വൈ ആക്സിസിലുള്ള പോയിന്റ് ആണ്, മീൻസ് ഇമേജിനറി ആക്സിസിലുള്ള പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ റൂട്ട് 3 എവിടെയാണ്? 1, 2 1, 2. ഈ 2നേക്കാളും ചെറുതാണ്. റൂട്ട് 4 ആയ 2 അതിനേക്കാളും റൂട്ട് 3. അപ്പൊ ഏകദേശം ഇവിടെ വരും. ഇതാണ് റൂട്ട്. ദെൻ i റൂട്ട് 3 z ഈക്വൽ ടു 0 പ്ലസ് i റൂട്ട് 3 or z ഈക്വൽ ടു 0 റൂട്ട് 3. ഓക്കെ, നമ്മൾ പ്ലോട്ട് ചെയ്തു. z ഈക്വൽ 0 i റൂട്ട് 3. ക്ലിയർ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ റൂട്ട് 3/2 മൈനസ് i ഇൻറ്റു 1/2. ഇവിടെ ഇമേജിനറി പാർട്ട് 1/2, റിയൽ പാർട്ട് റൂട്ട് 3/2. അതെങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യും? അപ്പൊ ആ വാല്യൂ വീണ്ടും നമ്മളിത് വരയ്ക്കുന്നു. എക്സ് ആക്സിസ്, റിയൽ ആക്സിസ്, ഇമേജിനറി ആക്സിസ്, അങ്ങനെ എഴുതണം. റിയൽ ഇമേജിനറി എന്നിങ്ങനെ അങ്ങനെ തന്നെ എഴുതണം. എഴുതി കഴിഞ്ഞിട്ട് റിയൽ പാർട്ട് റൂട്ട് 3/2. റൂട്ട് 3 എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ 2നേക്കാളും ചെറുത്, റൂട്ട് 4നേക്കാളും ചെറുതാണ് റൂട്ട് 3. റൂട്ട് 4 എന്ന് പറഞ്ഞ ആൻസർ റൂട്ട് 2 ആണ്. ദെൻ 2നേക്കാൾ ചെറിയ പോയിന്റ്, അത് റിയൽ പാർട്ടാണ്. റിയൽ ആയതുകൊണ്ട് എക്സ് ആക്സിസിലാണ് വരിക. ഇവിടെ 1, 2, 3 ആണെങ്കിൽ റൂട്ട് 3/2, അപ്പൊ 2നേക്കാൾ ചെറുത്. സപ്പോസ് ഇവിടെ എന്ന് വിചാരിക്കും റൂട്ട് 3/2, സോറി റൂട്ട് 3 ആണ് ഇവിടെ. ദെൻ റൂട്ട് 3/2 എന്ന് പറഞ്ഞാൽ അതിന്റെ ഹാഫ് ആണ്. റൂട്ട് 3/2, അപ്പൊ റൂട്ട് 3/2ന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 2/2ന്റെ ഹാഫ്, 2ന്റെ ഹാഫ് 1 ആണ്. റൂട്ട് 3/2 എന്ന് പറഞ്ഞാല് റൂട്ട് 3 2നേക്കാളും ചെറുതാണ്, നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെ റൂട്ട് 3/2 1നേക്കാളും ചെറുതാണ്. അപ്പൊ ഇവിടെയാണ് പോയിന്റ്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അത്രേ ഉള്ളൂ ആ പോയിന്റ്. അപ്പൊ എക്സ് ആക്സിസിൽ റൂട്ട് 3/2 ഇവിടെ എടുക്കും.
Then imaginary axis 1/2. അതും കൺഫ്യൂഷൻ ഇല്ല. ഇതേ ഡിസ്റ്റൻസിൽ 1 കൊടുക്കുക, ഇതേ ഡിസ്റ്റൻസിൽ 2 കൊടുക്കുക, ഇവിടെ 3 കൊടുക്കുക. 1/2 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ആണല്ലോ. 1/2 imaginary axis 1. Then this is the point. Z equal to Z equal to √3/2 minus 1/2 ആണ്. നമുക്ക് തെറ്റി -1/2 ആണ്. ഇമേജിനറി പാർട്ട് -1/2 ആണ്. അപ്പൊ കോൺജുഗേറ്റ് ഈ സൈഡിലാണ് എടുക്കുക. അപ്പൊ -1/2 ഇവിടെ 1 -1 -2 then -half. -half ഇവിടെയാണ് വരെ പോയിന്റ്. ആ പോയിന്റ് അല്ല, ഈ പോയിന്റ്. ഇവിടെ പ്ലസ് I1/2 വരാം, ഇവിടെ മൈനസ് വരും. Z bar equal to √3/2 minus I/1/2. ഇങ്ങനെ നമുക്ക് ഇത് റെപ്രസെന്റ് ചെയ്യാം. ക്ലിയർ ആയില്ലേ? അതായത് റിയൽ പാർട്ടും ഇമേജിനറി പാർട്ടും തിരിച്ചറിയുക, എന്നിട്ടത് ഈ ഇമേജിനറി ആക്സിസിലും റിയൽ ആക്സിസിലും എവിടെ വരുമെന്ന് കണക്കൂട്ടുക, എന്നിട്ട് ആ കോർഡിനേറ്റ് മാർക്ക് ചെയ്യാം. അത്രേ ഉള്ളൂ. ക്ലിയർ? ഓക്കെ. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. പ്ലോട്ട് all the complex numbers in the complex plane whose absolute value is 4. Plot all the complex numbers in the complex plane whose absolute value is 4. എന്താണ് ആബ്സല്യൂട്ട് വാല്യൂ 4 ആയിട്ടുള്ള കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാം ആർവിൻ പ്ലെയിനിൽ. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിവിടെ ആബ്സല്യൂട്ട് വാല്യൂ 4 എന്ന് തന്നു. ആബ്സല്യൂട്ട് വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആബ്സല്യൂട്ട് വാല്യൂ അല്ലെങ്കിൽ മോഡുലസ് Z, അതാണ് ആബ്സല്യൂട്ട് വാല്യൂ. ആബ്സല്യൂട്ട് വാല്യൂ ഓർ മോഡുലസ് Z. ഇവിടെ ആബ്സല്യൂട്ട് വാല്യൂ 4 ആണെങ്കിൽ നമുക്ക് മോഡ് Z, അതാണ് മോഡുലസ് മോഡ് Z ഈക്വൽ ടു 4 എന്ന് തന്നു. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മൾ ആർഗൻ പ്ലെയിനിലെ മോഡ് Z എങ്ങനെ കാണുമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് മനസ്സിലാക്കാം, അത് ഓർക്കും. അപ്പൊ ആർഗൻ പ്ലെയിൻ ഇങ്ങനെയാണ്. ആർഗൻ പ്ലെയിനിലെ ലെറ്റ് P X Y imaginary real axis imaginary axis, let P X Y ഇതാണ് കോംപ്ലക്സ് നമ്പർ എന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ മോഡുലസ് എന്ന് പറഞ്ഞതാ ഈ ഡിസ്റ്റൻസ് ആണ് മോഡ് Z. മോഡ് Z. ഓക്കെ, ഈ ഡിസ്റ്റൻസ് ആണ് 4. അങ്ങനെയാണെങ്കിൽ ഈ 4 നമുക്ക് ഇത്രയും ഡിസ്റ്റൻസ് 4 ആണ്. ഇത്രയും ഡിസ്റ്റൻസ് 4 ആണ്. ഇത്രയും ഡിസ്റ്റൻസ് ഇവിടെ ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് 4 ഉണ്ട്. ഇത്രയും ഡിസ്റ്റൻസ് 4 ആണ്. അപ്പോ ആക്ച്വലി ഇങ്ങനെ ഇതാണ് ഒരു സർക്കിളായിട്ട്. ഇതെല്ലാം 4 ആണ്. മോഡുലസ് എല്ലാം 4. നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് പ്ലോട്ട് ദി ഓൾ ദി കോംപ്ലക്സ് നമ്പേഴ്സ് ഇൻ ദി കോംപ്ലക്സ് പ്ലെയിൻ ഹൂസ് ആബ്സല്യൂട്ട് വാല്യൂ ഈസ് 4. ആബ്സല്യൂട്ട് വാല്യൂ 4 ആയിട്ടുള്ള കോംപ്ലക്സ് നമ്പറുകളാണ് ഇതെല്ലാം. ഏത് സർക്കിളിന്റെ പാത്തിലാണ് കിടക്കുന്നത്. ഇത് ആക്ച്വലി നമ്മൾ ജോമെട്രിക് കോർഡിനേറ്റ് ജോമെട്രി പഠിച്ചിട്ടുണ്ടല്ലോ. അതില് സർക്കിളിന്റെ ഇക്വേഷൻ എന്താ? സെന്റർ 0 ആയിട്ടുള്ളത്, ഒറിജിൻ 0 ആയിട്ടുള്ള സർക്കിൾ ഇക്വേഷൻ x² + y² = 1 അല്ലെങ്കിൽ a². അതന്നെ ഇവിടെ വരുന്നത്. നമ്മൾ മോഡുലസ് Z എന്ന് പറഞ്ഞാൽ √(x² + y²) അല്ലേ. മോഡ് Z² = x² + y². അതാണ് സംഭവിക്കുന്നത്. മോഡ് Z² എന്ന് പറഞ്ഞാൽ മോഡ് Z² 16, ഒറിജിൻ 0. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഇതാണ്. ഒരു സർക്കിൾ ആണ്, അതിന്റെ റേഡിയസ് R. അപ്പൊ ആൻസർ എന്താ? ദി സർക്കിൾ ഹാവിംഗ് റേഡിയസ്
that is all the complex numbers. All the complex numbers draw a circle of radius 4. Okay, that is its answer. ഇനി ഈ ക്വസ്റ്റ്യൻ, ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ ഇഫ്. ഈ 3 ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്. എന്താ എല്ലാത്തിന്റെയും ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ. എങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 3x plus i5y and 2y are equal complex numbers. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഈ എക്സിന്റെയും വൈയുടെ വാല്യൂ കാണുക. അപ്പൊ ഈക്വൽ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ആൻസർ എന്താണ്? 3x plus i5y equal to 2i എന്ന് എഴുതാലോ. ഇവിടെ 2i എന്ന് പറഞ്ഞാൽ ഇവിടെ ഇമേജിനറി പാർട്ട് മാത്രമല്ല, 0 plus 2i എന്ന് എഴുതാലോ. രണ്ട് കോംപ്ലക്സ് നമ്പറുകൾ ഈക്വൽ ആണെങ്കിൽ അതിന്റെ റിയൽ പാർട്ട് ഈക്വൽ ആവണം, ഇമേജിനറി പാർട്ട് ഈക്വൽ ആവണം. ദാറ്റ് ഈസ് 3x equal to 0 and 5y equal to 2. Clear? ഇവിടെ x equal to 0, 3x equal to 0, x equal to 0 and y equal to 2/5. This is the answer. ഇത്രയേ ഉള്ളൂ. രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് എഴുതുന്നു, അതിന്റെ റിയൽ പാർട്ട് ഈക്വൽ ആവുന്നു, ഇമേജിനറി പാർട്ട് ഈക്വൽ ആക്കി എഴുതുന്നു, അതിൽ നിന്ന് എക്സിന്റെ വൈയുടെ വാല്യൂ കാണുന്നു. അത്രേ ഉള്ളൂ. ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബി, 4x plus i 3x minus y equal to 3 minus i6. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു കോംപ്ലക്സ് നമ്പർ, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു കോംപ്ലക്സ് നമ്പർ. അപ്പോ ഇത് രണ്ടും ഈക്വൽ ആണ്, അതുകൊണ്ട് റിയൽ പാർട്ട് ഈക്വൽ ആണ്, ഇമേജിനറി പാർട്ട് ഈക്വൽ ആണ്. അപ്പൊ അതിന്റെ ആൻസർ ബി ആൻസർ 4x equal to 3 and I hello, then 3x minus y equal to the imaginary part 3x minus y, the imaginary part എന്താ -6. ഇവിടെ x equal to 3/4 and x ഇവിടെ നമുക്ക് കിട്ടിയതുകൊണ്ട് x ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം രണ്ടാമത്തെ ഇക്വേഷനിൽ. 3 into 3/4 minus y equal to -6. Yeah, that is equal to 9/4. ഈ -6 ഇങ്ങോട്ട് കൊണ്ടുവരിക, +6. ഈ -y അങ്ങോട്ട് കൊണ്ടുവരിക, +y. Therefore y equal to 9 plus 24/4. Y equal to, that's equal to 33/4. Y equal to 33/4, x equal to 3/4. That's it. Okay. In C answer. ഇവിടെയും 3/√5 into x minus 5 plus I into 2√5y, that is √2. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു കോംപ്ലക്സ് നമ്പർ, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു റിയൽ നമ്പർ. റിയൽ നമ്പർ അത് കോംപ്ലക്സ് ഫോമിലാക്കി നമ്മൾ മാറ്റി എഴുതിയത് കോംപ്ലക്സ് ഫോമിലാക്കുക. അപ്പൊ എന്താണ്? റിയൽ പാർട്ട് ഈക്വൽ ടു റിയൽ പാർട്ട്, ഇമേജിനറി പാർട്ട് ഈക്വൽ ടു ഇമേജിനറി പാർട്ട്. ദെൻ ആൻസർ 3/√5 x minus 5, that's equal to ഇവിടുത്തെ റിയൽ പാർട്ട് √2. ഇവിടുത്തെ ഇമേജിനറി പാർട്ട് 0 ആണ്. ഇവിടെ ഇമേജിനറി പാർട്ട് 2√5, that is equal to 2√5y, that is equal to 0. അപ്പൊ നമുക്ക് y equal to 0 എന്ന് കിട്ടും. That means y equal to 0. Right? ഇനി എക്സിന്റെ വാല്യൂ കാണണം. അപ്പൊ ഇത് 3/√5 എന്ന് x എന്ന് എഴുതിയിട്ട് ഈക്വൽ ടു √2 plus 5 എന്നായല്ലോ. Therefore x equal to എന്താ? √2 plus 5
ഇൻറ്റു 3/√5 പകരം മൾട്ടിപ്ലൈ ബൈ √5/3 ഇൻറ്റു √5/3. This is the answer. X equal to √2 plus 5 into √5/3. Y equal to 0. Okay, clear? അപ്പോ കോംപ്ലക്സ് നമ്പറിന്റെ പ്രിലിമിനറി കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. അതിനെ തുടർന്ന് അതിന്റെ പ്രോബ്ലംസ് ചെയ്തു. ഇനി ഇതുവരെ പഠിച്ച നമ്മൾ കോംപ്ലക്സ് നമ്പർ എന്താണ്, അതിന്റെ റിയൽ പാർട്ട്, ഇമാജിനറി പാർട്ട്, കോൺജുഗേറ്റ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യും, രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണെങ്കിൽ എങ്ങനെ എഴുതാം, റിയൽ പാർട്ട് ഈക്വൽ ആവും, ഇമാജിനറി പാർട്ട് ഈക്വൽ ആകും, അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. നമ്മളിതെല്ലാം ക്ലിയർ ആയി. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി മുന്നോട്ട് പോകാൻ വളരെ എളുപ്പം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലായിണ്ടാവും എന്ന് കരുതുന്നു. ഇനി കുറെ കൂടി കാര്യങ്ങൾ നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അത് അനലൈസ് ചെയ്ത് വരുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് ഇത് ഫോളോ ചെയ്യാം. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു കരുതുന്നു. പിന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ കോംപ്ലക്സ് നമ്പറിന്റെ ഓൾജിബ്ര, അത് എങ്ങനെ കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യാം, എങ്ങനെ സബ്ട്രാക്ട് ചെയ്യാം, എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, എങ്ങനെ ഡിവിഷൻ ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതിനെ തുടർന്ന് അതിന്റെ പ്രോബ്ലംസ് ചെയ്യാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, താങ്ക് യു.